നോക്കുന്നു. ആ കണ്ടത് അവൻ്റെ ഒരു മുഖം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മുഖം. ഇനി കാണുന്നത് വയലൻ്റ് ആയിട്ടുള്ള മുഖങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ആദ്യം തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ചുണ്ടടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇത് ബാക്കി നിങ്ങൾ തന്നെ കണ്ടു. പാൻ്റ് ഇടത്തില്ല, പാൻ്റ് ഇടുന്നത് അവന് വലിയ വിഷമമാണ്. ആ പാൻ്റ് ഇടാനുള്ള ബഹളമാണ് ആ കാണുന്നത്. എന്നെ അടിച്ച് ശരിയാക്കി. പാൻ്റ് ഇട്ട് കൊടുത്തതിൻ്റെ പ്രതിഷേധത്തിൽ അലമാരിയിരുന്ന തുണിയെല്ലാം വലിച്ചു വാരി വെളിയിലിടുന്നു. ഇതൊക്കെയാണ് അവൻ്റെ എൻ്റർടൈൻമെൻറ്റ്. മൊത്തം അലങ്കോലം. ഇവനെ ആർക്കെങ്കിലും വേണോ? ഞാൻ ഗീവ് അവേ തരാം, ചുമ്മാ തരാം, ഫ്രീ ആയിട്ട് തരാം. വേണേ കൊണ്ടുപോയിക്കോ. എന്തുകൊടുത്തടാ കൊച്ചിനെ? അവൾ അടിച്ചതിനെ തിരിച്ചു പോയി 2 അടി കൊടുത്തു. ഒരു കൂസലും ഇല്ലാതെ അവൻ അവിടെ നിന്ന് കൊണ്ട്. അവനൊന്നും പുത്തരിയല്ല. എന്തോ ചെയ്യാനാ, തുണിയെല്ലാം കൂടെ വാരി വലിച്ചോണ്ട് വരുന്നത്. എന്റെ കൊച്ചിന്റെ ചുണ്ടെല്ലാം കൂടെ അടിച്ചു പൊട്ടിച്ച ഗൈസ്. എന്റെ മുഖവും കള്ളി കീറി ഇവൻ. എനിക്ക് നീറുന്നു. ഇവനെ ഞാൻ അടിച്ച് ശരിയാക്കും. മര്യാദക്കായിരുന്നല്ലേ അംഗൻവാടി ഇപ്പൊ കൊണ്ടുവിടും ഞാൻ. അംഗൻവാടി പോവാ. അവൻ റെഡിയാ. അവനിപ്പോ പോവാൻ വരും. അവൻ അതൊക്കെ ഇഷ്ടമാണ്. അവിടെ പോയി പിള്ളേരെ അടിക്കാൻ. അവിടെ മുടിയിലെല്ലാം പിടിച്ച് വലിച്ച് താഴെയിട്ട് ശേഷം അവള് പിടിച്ചൊരു തെള്ളു കൊടുത്തു. അതിനായി കന്ന് കരയുന്നത്. ചുമ്മാതാ. ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത ട്രിപ്പിന് വരും കേട്ടോ. വരും നോക്കിയോളെ. പയ്യെ വന്ന് നോക്കിയിരുന്നിട്ട് എന്നെ കടിച്ചിട്ട് പോയത് കണ്ടോ ഇവനെ ഞാൻ എന്തോ ചെയ്യാനാന്ന് പറ. എനിക്ക് മാത്രമല്ല അവക്കും കിട്ടിയിട്ടുണ്ട്. പിടിച്ച് കറക്റ്റ് 2 പേരും കൂടെ ജോയിൻ്റ് ആയിട്ടായിരുന്നു കടി കൊള്ളുന്നത്. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോകും. ഇത് പുതിയ അസുഖമാണ്, പുറം ചൊറിഞ്ഞു കൊടുക്കൽ. പാതിരാത്രിയൊക്കെ എണ്ണിച്ച് നിന്ന് തരും പുറം ചൊറിയാൻ. ബുമ്പൊന്നുമില്ല. ബുമ്പാ പോലും വന്നിട്ട്. എവിടുത്തെ ബുമ്പാ? അടുത്തതും കൊണ്ട് വരുന്നുണ്ടോ എന്തോ ഇഷ്ടപ്പെടാത്ത ചെയ്യുന്നുണ്ട്. കാറെടുത്ത് ഒറ്റ കയറി അവളെ എറിഞ്ഞതാ കൊണ്ടത്. എനിക്ക് നല്ല വെയിറ്റുള്ളൊരു കാറാ. കൈ ഒന്ന് കൊണ്ടപ്പോൾ എൻ്റെ ജീവനെല്ലാം അങ്ങ് പോയി. എന്നിട്ട് ബാ പൊത്തിന്ന് കരയുന്നു. പോട്ടെ പോട്ടെ. തല കാണിച്ചു പോട്ടെ. പോട്ടെ.
പോട്ടെ. ഓടുന്നില്ല ഞാൻ നിന്റെ ഉടുപ്പൊക്കെ അല്ലേ നനഞ്ഞിരിക്കുന്നേ? ഓടുന്നില്ല ഇപ്പൊ. അവനെ കൊഞ്ഞണം കുത്തി കളിയാക്കുന്നത് അവന് ഇഷ്ടമല്ല. അതിന്റെ മണ്ടേ തല വേണോ? എനിക്ക് വയ്യായേ, വയ്യ. രണ്ടെണ്ണം കൂടെ വീട്ടിലുണ്ടെങ്കിൽ ഇവിടെ യുദ്ധഭൂമി എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും തോന്നുന്നു. എനിക്ക് വയ്യ. കൊട്ടയും കൊണ്ട് വന്നിട്ടുണ്ട്. കൊട്ടയാണത്. എന്ത് വെച്ചത്? നിന്റെ ആക്ടിങ് അഭിനയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. മുട്ട കിട്ടിയപ്പോൾ സന്തോഷം. നോ കൊണ്ട് അടുക്കള നമുക്ക് ഉച്ചയ്ക്ക് ചോറിനും തരാം. അല്ല, ചോറിനുമ്പോ തരാം. ഓക്കെ? നോ, താഴെ വീണാ പൊട്ടിപ്പോവും. അത് പൊട്ടിപ്പോയാൽ ഞാൻ അടിക്കും. ഇല്ലെന്ന് പറ. ഇവിടെ പൊന്നാണോ? ചുമ്മാ ഇരുന്നേ കുഞ്ഞാമ്മി. അല്ല കൊജൂസേ, ഇവിടെ പൊന്നു പോവാ. എൻ്റെ പൊന്നിനെ മുട്ട പൊരിച്ചു തരുമല്ലോ. ഇവിടെ പൊന്നാന്നോ? മുട്ട ചുമ്മയൊക്കെ കൊടു. ചില സമയത്ത് അന്യനാണ്, ചില സമയത്ത് റമമാണ്, ചില സമയത്ത് അമ്പിയാണ്. ഇത് കൂടാതെ പല ഐറ്റങ്ങൾ വേറെയുണ്ട്. 3 പേര് കൂടാതെ പല പേരും മേക്കത്ത് വരും. പല പല പാവങ്ങൾ ഓരോ നേരം പിന്നെ പറയുന്നത്. ചില നേരം നോക്കിയാൽ നമുക്ക് വിചാരിക്കും ഇത്രയും പാവം വേറെ എവിടെയും ഇല്ലെന്ന്. ചില നേരം നോക്കി ഇത്രയും കുരുത്തക്കട്ട ചെറുക്ക ഇനി എവിടെയില്ലെന്ന്. ചില നമുക്ക് നല്ല പാവം തോന്നും. ഇത്രയും പാവം ഏതാവുന്നു, ഇത്രയും സ്നേഹമുള്ള ചെറുക്കൻ ഏതാന്ന് തോന്നും. എനിക്കറിഞ്ഞൂടെ ഇവൻ ഏതാവുന്നു. പല സ്വഭാവോ പല നേരത്ത്. ആ മുട്ടയോടുള്ള സ്നേഹം ഞങ്ങടത്തില്ല. ആ മുട്ടയാണ് അവനല്ല. മുട്ടയില്ലാതെ അവനൊരു ജീവിതമില്ല. 1 ഡബിൾ ആക്കിക്കൊണ്ട് വന്നു, 2 ആക്കിക്കൊണ്ട് വന്നു. ഇത് പൊട്ടുന്നതിന് മുമ്പ് ഞാൻ പോയി വാങ്ങിച്ചു വെക്കട്ടെ. ഒറ്റ ബൈ, സീ യു.